നമസ്കാരം പ്രിയമുള്ളവരെ. കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തർക്കം അതിൻ്റെ ഏറ്റവും പരമ്യമായ തലങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് അവസാന വാർത്തകൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ അണികളുടെയൊക്കെയും സ്പന്ദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെയും സമാഹരിക്കേണ്ടതുണ്ടെന്നാണ്. കാരണം എം എൽ എമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ, എം പിമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ, ഘടകകക്ഷികളുടെയൊക്കെ അഭിപ്രായങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ സമാഹരിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറം ജനാധിപത്യത്തിലെ ഏറ്റവും പരമാധികാരികൾ എന്ന് പറയുന്നത് എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ വോട്ടിട്ട് തിരഞ്ഞെടുത്ത ജനങ്ങളാണ്. അവരുടെ ഒരു സ്പന്ദനം വി ഡി സതീശന് അനുകൂലമാണ്, അവരുടെ അഭിപ്രായങ്ങൾ എന്നൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനപ്പുറം ഈ ഹൈക്കമാൻഡുമായി ചേർന്ന് നിന്ന് അവർക്കൊപ്പം ചലിക്കുന്ന അവർക്കിഷ്ടക്കാരായ ആളുകളെ മുഖ്യമന്ത്രി പദങ്ങളിലൊക്കെ അവരോധിച്ചാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും രാജസ്ഥാനിൽ ജനങ്ങൾ അംഗീകരിച്ചത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് സച്ചിൻ പൈലറ്റിനെയൊക്കെ മുൻനിർത്തിയായിരുന്നു. പക്ഷേ കോൺഗ്രസ് മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കി. അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ തിരിച്ചടികൾ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കോൺഗ്രസ് കാണിച്ച അത്തരം നിലപാടുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മധ്യപ്രദേശിലെടുക്കുകയാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ചുറുചുറുക്കോടുകൂടിയ പാർട്ടിയെ നിയന്ത്രിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കാട്ടി ഇടയ്ക്കൊന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ മറ്റൊരാളെ, കമൽനാഥിനെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായി. പിന്നെ അദ്ദേഹം പാർട്ടി വിട്ടുപോയി. അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ സ്പന്ദനങ്ങളും നിലപാടുകളും അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും വി ഡി സതീശൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമൊക്കെ കോൺഗ്രസ് ഈ മഹാവിജയം നേടുന്നതിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻ മലബാറിലൊക്കെ ഉണ്ടായ വിജയം, പ്രത്യേകിച്ചും നേരത്തെ കോൺഗ്രസിനെ സംശയദൃഷ്ടിയോടുകൂടി കണ്ട മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നതാണ്. ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ വർഗീയ പരമായിട്ട് ഒക്കെ ആക്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ചത്, വാക്കുകൾ കൊണ്ട് പ്രതിരോധിച്ചത് വി ഡി സതീശനായിരുന്നു. മറ്റുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനെതിരെ ഒരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത്. വി ഡി സതീശൻ്റെ വാക്കുകളെ മതന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ സംരക്ഷിക്കപ്പെടുമെന്നവർ കരുതി. അതിൻ്റെയൊക്കെ ഒരു മഹാവിജയം മലപ്പുറത്തും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഉണ്ടായി. ഏറ്റവും വലിയ വിജയം യു ഡി എഫ് നേടിയത് 16 സീറ്റ് മലപ്പുറത്താണ്, 14 സീറ്റ് എറണാകുളത്താണ്. ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന മലപ്പുറത്താണ്. മറ്റൊന്ന് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ വലിയ വോട്ട് ബാങ്കുള്ള കോഴിക്കോട് 13-ൽ 12 സീറ്റ് നേടി. അപ്പോൾ അവരുടെയൊക്കെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവരുടെയൊക്കെ വിശ്വാസം പി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, കാഴ്ചപ്പാടുകളൊക്കെയും വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ വി ഡി സതീശൻ വിജയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി ഒട്ടും ഉണ്ടാകാത്ത ഈ ജൻസി പുതിയ തലമുറയെ തൻ്റെ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുവാൻ വി ഡി സതീശൻ്റെ നിലപാടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരോട്, പെൺകുട്ടികളോടൊക്കെ സംസാരിച്ചാൽ അവർക്ക് വി ഡി സതീശനോട് ഇഷ്ടവും താല്പര്യവുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതൊക്കെയും കോൺഗ്രസ് പാർട്ടി കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും ഒരിക്കലും അദ്ദേഹം ഈ സാമുദായിക അധ്യക്ഷന്മാരുടെ ഒന്നും തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല എന്നത് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ നോക്കിക്കാണുമ്പോൾ ആത്മാഭിമാനം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനായാലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ്റെ സമയത്ത് സി പി എമ്മിനെ പിന്താങ്ങിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം സി പി എമ്മിനോടൊപ്പമാണെങ്കിലും ആത്മാവ് ബി ജെ പിക്കൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളാണ്. അദ്ദേഹം എൻ ഡി എയിലും സി പി എമ്മിലുമായി മാറി മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ഇലക്ഷന് ശേഷം മാറി ഇപ്പോൾ യു ഡി എഫ് നേതാക്കന്മാരൊക്കെ പ്രകീർത്തിക്കുന്ന രീതിയിലായിട്ടുണ്ട്. അത്തരം ആളുകളുടെ സമീപനങ്ങളെ ഒക്കെയും വേർതിരിച്ചറിയാനുള്ള കഴിവ് വി ഡി സതീശനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വേറെടുക്കുന്നത്. മറ്റൊന്ന് എസ് ഡി പി ആണ്. എസ് ഡി പി ആണിപ്പോൾ ഇലക്ഷന് ശേഷം ഒരുപക്ഷെ സഖാക്കളെക്കാളേറെ ആ സഖാക്കൾ പരാജയപ്പെട്ടതിനെ ഒക്കെ ന്യായീകരിക്കുന്നത്. അവരോടുമുള്ള നിലപാടുകൾ വി ഡി സതീശൻ്റെത് വ്യക്തമാണ്. സാമുദായിക വർഗീയ ഘടകങ്ങളോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശക്തവും ദൃഢവുമായതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഒക്കെയും വിഘാതങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടുകളും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കാണുന്നത് എന്നതൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും എം പിമാരെ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടിൽ വി ഡി സതീശൻ ഉറച്ചു നിന്നത് അതുതന്നെയാണ് ഒരു പക്ഷേ വി ഡിക്ക് വിനയാകുന്നത്. കാരണം ഇപ്പോൾ എം പിമാരൊക്കെയും
വി ഡി സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ കെ സുധാകരൻ ഉൾപ്പെടുന്ന മറ്റ് എംപിമാരുടെ ആളുകളൊക്കെയും ഇപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണം എന്ന രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വി ഡി സതീശൻ നിലപാടെടുത്തത് എംപിമാർ മത്സരിച്ചാൽ ഒരു പക്ഷേ ജനങ്ങളുടെ ഒരു തീരുമാനം അത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് സംസ്ഥാനത്തിനും രാജ്യത്തിനും നഷ്ടമാകും എന്ന നിലയിൽ യു ഡി എഫിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭയിൽ എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ലോക്സഭ എം പി സ്ഥാനം മത്സരിച്ച് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പാർട്ടിക്ക് മുന്നണിക്കൊക്കെ പരാജയമായിരുന്നു എന്ന വിലയിരുത്തലുകൾ അത് ശരിയും തന്നെയാണ് എന്ന ഒരു സമീപനം എനിക്കുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി കോൺഗ്രസ് പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഈ കോൺഗ്രസിലെ എം പിമാരൊക്കെയും ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഫണ്ടിങ് കെ സി വേണുഗോപാൽ ഇവിടെ എത്തിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം. കാരണം തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും കോൺഗ്രസ്സിന് ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഒക്കെയും ഫണ്ടിങ് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ പൈസയൊക്കെ സമാഹരിച്ച്. കാരണം 2016 കോൺഗ്രസ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളൊക്കെയും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം കടം കൊണ്ട് മുടിയുന്ന ഒരു സമ്പ്രദായമുണ്ടായി. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതാണിപ്പോൾ MLA മാരൊക്കെ കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നത്. പക്ഷേ പൈസക്കാലപ്പുറം ജനങ്ങളുടെ ഒരു വോട്ട് വേണം. ആ വോട്ടുണ്ടെങ്കിലേ വിജയിക്കൂ എന്ന ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയും അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ വാദഗതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത ഞാൻ കാഴ്ച ഇന്നലെ കാണുന്നത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുറേയധികം ആളുകൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ തണലിലുണ്ടായിരുന്ന കുറേയധികം ആളുകൾ ഇന്നലെ കെ സി വേണുഗോപാലിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ കാണുന്നതിനിടയായി. രാഷ്ട്രീയം അങ്ങനെയാണ്, അത് എപ്പോഴും അധികാരമുള്ളവരുടെ പിറകെയാണ് പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം കഴിവുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ഈ കൊറോണയുടെയൊക്കെ സമയത്ത് ആ സമയത്ത് ഒന്നാം പിണറായി സർക്കാർ ചില കേറുകളൊക്കെ ജനങ്ങളുടെ ഇടയിൽ ചെയ്തതുകൊണ്ട് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDF വിജയിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി ഉണ്ടായത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. എന്തായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് മറ്റു ഘടകകക്ഷികളുമൊക്കെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രസ്താവന വരുന്നുണ്ട്. UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗ് ഇടപെടുന്നതിനെ എതിർത്തുകൊണ്ട്. പക്ഷേ KPCC ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റിനെയോ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ അല്ല, അതിനെപ്പറ്റിയുള്ള ചർച്ചയിലല്ല ലീഗ് അഭിപ്രായം പറയുന്നത്. UDF മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനാണ്. അതിന് ലീഗിനായാലും കേരള കോൺഗ്രസിനായാലും RSPക്കായാലും അഭിപ്രായം പറയുന്നതിന് അവകാശമുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മറ്റെന്തിനെയോ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിപ്രായം ആരായാലല്ല, അഭിപ്രായം പറച്ചിലല്ല, മറിച്ച് UDF മന്ത്രി സമ്പ്രദായം എന്ന രീതിയിൽ മത്സരിച്ച് വിജയിച്ച UDF മുഖ്യമന്ത്രി ആരാണെന്ന് പറയുവാനുള്ള അവകാശം ലീഗിനുണ്ട്. പ്രത്യേകിച്ചും ലീഗ് ഉത്തര കേരളത്തിലും മാത്രമല്ല സംസ്ഥാനത്തുടനീളം UDF വലിയ വിജയത്തിന് കാരണമായ ഒരു ഘടകകക്ഷിയാണ്. UDF നട്ടെല്ലാണ്. തൃക്കരിപ്പൂർ പോലെയുള്ള കോൺഗ്രസിന് അപ്രാപ്യമായ നാദാപുരം പോലെ കോൺഗ്രസ് പരമ്പരാഗതമായി തോൽക്കുന്ന മണ്ഡലങ്ങളിൽ വിജയത്തിൻ്റെ എല്ലാ അവകാശവും ലീഗിനാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ലീഗിൻ്റെ നേതാവ് അഭിപ്രായം പറയും. അദ്ദേഹം വി ഡി സതീശന് അനുകൂലമായി തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. മറ്റൊന്ന്, ചില വാർത്തകൾ വരുന്നത് VK ശിവകുമാർ, അദ്ദേഹം കർണാടകയിലെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹം വി ഡി സതീശന് അനുകൂലമായി നിലപാടുകൾ എടുക്കുന്നു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടും ചില വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ നീളുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന്. തൽക്കാലം ഈ വീഡിയോയുമായി ഇടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.